ഒരാളുടെ പേര് ഇസ്ലാം നാമധാരിയാകുമ്പോൾ അത് ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് അങ്ങേയറ്റം ദുഷ്ടലാക്കോടുകൂടെ പറഞ്ഞു വെക്കാൻ കഴിയുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ഭീതിതമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്, എത്രത്തോളം അപകടകരമായി മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ്. കാരണം നിങ്ങളുടെ പേര് പോലും അപകടമാകുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എനിക്കൊരു മകനുണ്ട്, 5 വയസ്സായ മകൻ. അവൻ്റെ പേര് മെഹദ് ബാരി എന്നാണ്. അള്ളാഹുവിന് പ്രിയപ്പെട്ട ഇടം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇത് ആ പേര് പോലും അപകടകരമാകുന്ന ഒരു കാലത്ത് നിങ്ങൾ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുക, അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ ഭാഗമാകുക എന്നുള്ള ഒരു നിലപാട് കൊണ്ട് മാത്രം എടുത്ത ഒരു തീരുമാനം തന്നെയാണ്. കാരണം അത്തരം തീരുമാനങ്ങൾക്ക് പോൽ നാളെ അവനും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നൃത്തം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരുമായി ഇടപഴകുകയോ ചെയ്യുമ്പോൾ മെഹദ് ബാരി എന്നുള്ള പേര് കാണുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ചിന്തിക്കുന്നവർക്ക് ചൂഴ്ന്നു പോകാനും നുഴഞ്ഞു പോകാനും അല്ലെങ്കിൽ അവന്റെ ചരിത്രം അറിയാനും താല്പര്യമുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ പിറകോട്ട് ചിന്തിക്കുമ്പോൾ, അങ്ങനെയുള്ള ആളുകൾ അവന്റെ ചരിത്രത്തിലേക്ക് ചിന്തിക്കുമ്പോൾ, അവന്റെ ജന്മത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള മനുഷ്യരോട് അവരെ കളിയാക്കി ചിരിക്കാനുള്ള ഒരു ബോധ്യത്തിലേക്ക്, അത്തരം ബോധ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയാണത് എന്ന് മനസ്സിലാക്കുക കൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഈ രാജ്യത്ത് നിങ്ങളായിരിക്കുക എന്നുള്ളത് അപകടമായിരിക്കും എന്ന് പറയുന്ന ജനാധിപത്യത്തെ നമുക്ക് ഒരു ഘട്ടത്തിലും നമുക്ക് അംഗീകരിക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുകയില്ല. കാരണം ഈ രാജ്യം മുന്നോട്ട് വെക്കുന്നത് അതിനേക്കാൾ അല്ലെങ്കിൽ എത്രയോ മനോഹരമായിട്ടുള്ള മതേതരത്വം എന്ന് പറയുന്ന സങ്കല്പത്തെയാണ് ഈ രാജ്യം മുന്നോട്ട് വെക്കുന്നത്. ഗാന്ധി പറഞ്ഞ, നെഹ്റുവിനെ പോലെ ഈ ലോകം കണ്ട, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന സങ്കല്പത്തെ എത്രത്തോളം പ്രായോഗികമായി ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയായ രാജ്യത്തിന്റെ പിന്മുറക്കാരാണ് നമ്മളെന്ന് നമുക്കിന്ന് പറയണമെങ്കിൽ തല കുനിച്ചു നിന്ന് പറയേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനനുവദിക്കാതിരിക്കുക എന്നുള്ള രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ് കടക്കേണ്ടത്. അതിന് അവസരം കൊടുക്കാതിരിക്കുക എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ് കടക്കേണ്ടത്. ആ ഗാന്ധിയും നെഹ്റുവും ഒക്കെ പറഞ്ഞു വെച്ച വലിയ മതേതരത്വ സങ്കല്പത്തിലേക്ക് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടത്. ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിന്റെ നൈതികതയും അതിന്റെ ധാർമ്മികതയും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കണം. ഇന്ത്യ പോലെയുള്ള അങ്ങേറ്റം മതേതരമെന്ന് നമ്മളൊക്കെ അഭിമാനത്തോടുകൂടെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെതിരെ സമരം ചെയ്യുക എന്നുള്ളത് തന്നെ വലിയ രാഷ്ട്രീയ നിലപാടായിട്ട് മാറേണ്ട കാലത്തു കൂടിയാണ് ജീവിക്കുന്നത്.